മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീം ഒരു മാസത്തെ ചെലവ് 80 ലക്ഷം രൂപയാണ്. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയയ്ക്ക് ഒരു മാസം 80 ലക്ഷം രൂപ ചെലവാക്കുന്നത്? സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർക്ക് മാസം 80 ലക്ഷം രൂപ കൊടുക്കുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, വി.ഡി. സതീശൻ. ഞാനതൊന്ന് പരിശോധിച്ചു. അത് ഫാക്ട് ചെക്ക് വേണമല്ലോ, സ്വാഭാവികമായും. 80 ലക്ഷം രൂപ ഒരു മാസം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വലിയ വാർത്തയാണ്. അപ്പോൾ അതൊരു വാർത്തയാക്കാമല്ലോ എന്ന് കരുതിയാണ് ഞാനത് പരിശോധിച്ചത്. ഞാനത് പരിശോധിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറയാം. യഥാർത്ഥത്തിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പാണ് മുഖ്യമന്ത്രിയുടേതടക്കമുള്ള സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾ കൈകാര്യം ചെയ്യുന്നവരെ കരാറടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുന്നത്. പത്രത്തിൽ നോട്ടിഫിക്കേഷൻ നൽകി ഇത് സ്ഥിര നിയമനമല്ല എന്ന് പ്രത്യേകം പരാമർശിച്ചാണ് ഈ നോട്ടിഫിക്കേഷൻ വഴി ഈ അപ്പോയിന്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ കിട്ടിയ ശമ്പളം 6,67,290 രൂപയാണ്. 6,67,290 രൂപ. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 80 ലക്ഷം രൂപ പ്രതിമാസം എന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് തെറ്റാണ്. ഈ കാര്യം അപ്പോൾ വീഡിയോ തട്ടി മാറ്റി പോലെ കേട്ടോ, വീഡിയോ കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കാണൂ കേട്ടോ. അപ്പം പ്രതിപക്ഷ നേതാവ് ഈ പറഞ്ഞ കാര്യം തെറ്റാണെന്ന് ഇപ്പം അരുൺകുമാർ തെളിയിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയകളിലൊക്കെ ഇപ്പോൾ ഈ വീഡിയോ നല്ലോണം വൈറലാണ്, ഇലക്ഷൻ ആണല്ലോ, അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയകളിൽ എല്ലായിടത്തും നല്ലോണം ഈ വീഡിയോ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം പ്രതിപക്ഷ നേതാവ് പറയാത്തതും എന്നാൽ അരുൺകുമാർ റിപ്പോർട്ടർ ചാനലിൽ റിപ്പോർട്ട് ചെയ്തതുമായിട്ടുള്ള ഒരു സത്യത്തിൻ്റെ ഒരു നല്ലൊരു തട്ടിപ്പിൻ്റെ ഒരു വീഡിയോ കൂടെ ഉണ്ട്. അതും കൂടെ കണ്ടിട്ട് ഇനി നിങ്ങൾ ഈ വീഡിയോ പ്രചരിപ്പിക്കണോ വേണ്ടെന്നൊക്കെ തീരുമാനിച്ചോളൂ. അപ്പോൾ ആ വീഡിയോ കൂടെ ഞാൻ അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതും കൂടെ കണ്ടോട്ടോ. നല്ലൊരു ഒന്നാം തരം തട്ടിപ്പാണ്. 4 വീഡിയോ 2 മിനിറ്റിൻ്റെ 4 റീൽസ് ചെയ്യാൻ 39 ലക്ഷം രൂപ, അത് പ്രമോഷൻ അടക്കം എല്ലാം ഉൾപ്പെടെ 2 കോടി രൂപ ചിലവായിട്ടുണ്ട്. അപ്പോൾ ആ ന്യൂസും കൂടെ ഒന്ന് കണ്ടോളൂ. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. 2 മിനിറ്റുള്ള 4 വീഡിയോ ചെയ്യുന്നതിന് എത്ര രൂപ ചിലവാകും? ഒരിക്കൽ കൂടി, 2 മിനിറ്റുള്ള ഒരു വീഡിയോയ്ക്ക് എത്ര രൂപ ചിലവാകും? 10,000, 25,000, 50,000 അല്ലെങ്കിൽ 1 ലക്ഷം. 2 മിനിറ്റുള്ള ഒരു വീഡിയോ. അങ്ങനെ 2 മിനിറ്റുള്ള 4 വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പിന് 39,500 ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ. 4 ന്യൂസ് ലെറ്റർ തയ്യാറാക്കുന്നതിന് 13,4 ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത്. ടൂറിസം മന്ത്രിയുടെ മണ്ഡലത്തിലെ ബേപ്പൂർ ഫെസ്റ്റിന്റെ പരസ്യത്തിനായി നൽകിയത് 13 ലക്ഷം രൂപയാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ പരസ്യത്തിന് വേണ്ടി മാത്രം 2 കോടി രൂപ 4 വീഡിയോകൾക്കായി, 2 മിനിറ്റ് ദൈർഘ്യമുള്ള 4 വീഡിയോയ്ക്കായി ചെലവാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. 2 കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചു. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ്, അതായത് വീഡിയോ മാത്രമല്ല അതിന്റെ ന്യൂസ് ലെറ്ററുകളടക്കം മറ്റ് പ്രൊമോഷൻ വർക്കുകൾക്ക് വേണ്ടി മൊത്തം 2 കോടി രൂപ സർക്കാർ ടൂറിസം വകുപ്പിന് അനുവദിച്ചിരിക്കുന്നു. സർക്കാർ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഈ ന്യൂസ് 6 മാസം മുൻപേ റിപ്പോർട്ടർ ചാനലിൽ അരുൺകുമാർ തന്നെ ചെയ്തൊരു റിപ്പോർട്ടാണിത്. അപ്പം ഇതിലെന്തായാലും അഴിമതി ഉണ്ടെന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. പ്രതിപക്ഷ നേതാവ് തുടക്കത്തിൽ പറഞ്ഞ അഴിമതി തെറ്റാണെന്ന് അരുൺകുമാർ തെളിയിച്ചിട്ടുണ്ട്. ഇത് ശരിയാണെന്നും അതും അരുൺകുമാർ നമ്മോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് മാക്സിമം പ്രചരിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക.